നമ്മുടെ ഈ കലോത്സവം ബംഗളൂരുവിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വളരെ അടുത്ത ഒരു ബന്ധമുണ്ടെന്നാണ് കന്നഡ പ്രസംഗ മത്സരം കണ്ടപ്പോൾ മനസ്സിലായത്. മാത്രമല്ല മറ്റെല്ലാ ജില്ലയിലെ വിദ്യാർത്ഥികളും കന്നഡ പറയാൻ വിഷമിച്ചപ്പോൾ ഒരു ജില്ലക്കാരൻ മാത്രം അത് ഗംഭീരമാക്കി. ಆರಾಣ ಅಯಾಳು? ಇಂದಿನ ಈ ಜೆನ್ಸಿ ಕಾಲಘಟ್ಟದಲ್ಲಿ ಶಿಕ್ಷಣ ಮತ್ತು ಆಧುನಿಕ ತಂತ್ರಜ್ಞಾನವನ್ನು ನಾವು ಬಳಸಬೇಕಾಗಿದೆ. ಶಿಕ್ಷಣ ಎಂದರೆ ನಾವು ಒಂದು ಹೊಸ ವಿಷಯದ ಬಗ್ಗೆ ಕಲಿಯುವ ಒಂದು ಮಾಹಿತಿ. വേദി തുമ്പപ്പൂവിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ കന്നഡ പ്രസംഗം കാണാൻ വളരെ കുറച്ചുപേർ മാത്രം. അതെല്ലാം മത്സരാർത്ഥികളുടെ രക്ഷിതാക്കളും ബന്ധുക്കളുമാണ്. സ്റ്റേജിൽ കയറുന്നതിന് 5 മിനിറ്റ് മുൻപ് മാത്രമാണ് വിഷയം കൊടുക്കുക. വിദ്യാഭ്യാസ മേഖലയിലെ മോഡേൺ ടെക്നോളജി എന്നതായിരുന്നു വിഷയം. പതറിയവരുണ്ട്, പിടിച്ച് കയറിയവരുണ്ട്. ಇಲ್ಲಿ ಇಂದು ನನಗೆ ಸಿಕ್ಕಿದ ವಿಷಯವೆಂದರೆ ಎಜುಕೇಶನ್ ಹಾಗೂ ಮಾಡರ್ನ್ ಟೆಕ್ನಾಲಜಿ. ಡಾಕ್ಟರ್ ಮೌಲಾನಾ ಅಬುಲ್ ಕಲಾಂ ಆಜಾದ್ ಅವರ ಜನ್ಮದಿನವಾದ ನವೆಂಬರ್ 11 ನಾವು ವಿದ್ಯಾಭ್ಯಾಸ ದಿನವಾಗಿ ಆಚರಿಸುತ್ತೇವೆ. ഇവരെല്ലാം എങ്ങനെ കന്നഡ പഠിച്ചു? അപ്പോഴാണ് നമ്മുടെ കലോത്സവത്തിലെ ഒരു ഇനത്തിന് ബാംഗ്ലൂരുമായി ഇത്ര വലിയ ബന്ധമുണ്ടെന്നറിഞ്ഞത്. ഞാൻ ബാംഗ്ലൂരായിരുന്നു. 1 മുതൽ 4 വരെ അവിടെ പഠിച്ചു. ഞാൻ 8 മാസമായി പാടെ പോയതാ. പിന്നെ കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ട് വന്നേ. കന്നഡ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി പാരൻസ് എല്ലാം കർണാടകയിൽ വന്നു. അപ്പോൾ അവിടെ ജനിച്ച് 7ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പോകുന്നതാണ്. ജനിച്ചത് ഞാൻ കൊല്ലത്തായിരുന്നു. പിന്നെ മമ്മിയും ഡാഡി അവിടെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ബാംഗ്ലൂരിലോട്ട് പോയി. 14ൽ 11 പേർക്കും ബാംഗ്ലൂർ ബന്ധം. അങ്ങനെ അല്ലാത്തവർ പഠിച്ചത് ഇപ്രകാരം. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്ന എൻ്റെ ഒരു നെയ്ബർ കാസർഗോഡ് വരെയാ ബോർഡർ. അപ്പോൾ അങ്ങനെ പഠിച്ചതാ. ഫോണിലൊക്കെ നോക്കിയും പിന്നെ ടീച്ചേഴ്സൊക്കെ സഹായിച്ച് പഠിച്ചു. മറ്റെല്ലാ ജില്ലക്കാരും ഒന്ന് ശങ്കിച്ചപ്പോൾ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് വന്ന ഖദീജ നല്ല മജയായി പ്രസംഗിച്ചു. ಶಿಕ್ಷಣ ಎಂದರೆ ನಾವು ಒಂದು ಹೊಸ ವಿಷಯದ ಬಗ್ಗೆ ಕಲಿಯುವ ಒಂದು ಮಾಹಿತಿ ಅಥವಾ ಒಂದು ಕಲಿಕೆಯಾಗಿದೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ತಂತ್ರಜ್ಞಾನ. കന്നഡ നേരത്തെ അറിയോ? കന്നഡ മീഡിയമിലാണ് പഠിക്കുന്നത്. കാസർകോട്ടുകാരിയായ താഹിറ ടീച്ചർക്ക് നമ്മുടെ സർക്കാരിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നമുക്കൊന്ന് പറയാനുള്ളത് വെച്ചാൽ കന്നഡത്തിന്റെ ചില ഐറ്റംസ് ഇപ്പോഴും സ്റ്റേറ്റ് ഇവന്റ് ആയിട്ടില്ല. എന്നുവെച്ചാൽ കവിത രചന, പിന്നെ ഹയർ സെക്കൻഡറിയിലെ കന്നഡ ഇത് പ്രസംഗ മത്സരം ഇല്ല. അപ്പോൾ അതിനും കൂടി ഒന്ന് അവസരം കിട്ടിയാൽ നല്ലായിരുന്നു. 14 പേർ മത്സരിച്ചതിൽ 7 പേർക്ക് എ ഗ്രേഡ്, പിന്നെ ബി ഉണ്ട്, സി ഉണ്ട്, ഒരു ഗ്രേഡും ഇല്ലാത്തവരും ഉണ്ടായി. ಇಲ್ಲಿ ಭಾಗವಹಿಸಿದ ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳ ಪರಿಶ್ರಮ ಮತ್ತು ಆಸಕ್ತಿಯನ್ನು ನಾವು ಅಭಿನಂದಿಸ್ತಾ ನಿಮ್ಮ ಫಲಿತಾಂಶವನ್ನು ಹೇಳ್ತಾ ಇದ್ದೇವೆ. ജഡ്ജസായി ഇരുന്നവരെല്ലാം കാസർഗോഡ് കോളേജിലെ അധ്യാപകരുമാണ്. ഇങ്ങനെയൊക്കെയാണ് കന്നഡ മത്സരം അവസാനിച്ചത്. രാഹുൽ സുദേവിനൊപ്പം വിപിൻ സി വിജയൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.